വൈറലായി, എയറിലായി, ഒളിവിലായി, പിടിയിലായി, അവസാനം ജയിലിലുമായി. റീച്ച് ആവണമെങ്കിൽ ഇതുപോലെ തന്നെ റീച്ച് ആവണം അല്ലേ? ഇനി കുറച്ച് ദിവസം ജാമ്യം കിട്ടുന്നത് വരെ ജയിലിലൊക്കെ കിടന്ന് ഇനി പുറത്തിറങ്ങി ഇനി ഇത് സത്യമാണോ ശരിയാണോ എന്നൊക്കെ തെളിയിച്ചതിന് ശേഷമാണ് നമുക്ക് ശിക്ഷാവിധികളൊക്കെ വരുന്നത്. ടൈമുണ്ട്. അതിനു മുന്നേ ഒരു കാര്യം, ഇത് നോക്ക്. പർദ്ദ അടിമത്തത്തിൻ്റെതാണെന്നൊക്കെ പറഞ്ഞ് റീൽസ് ഒക്കെ ഇട്ട കക്ഷിയാ. എത്ര പെട്ടെന്ന് ആ ഡ്രസ് കോഡൊക്കെ മാറ്റിയത് നോക്കണേ. ഇതുപോലെ എന്ത് പോക്രിത്തരം വിളിച്ചു പറയാനും കാണിക്കാനും ഒരാളെ പബ്ലിക്കായിട്ട് അപമാനിക്കാനും ഉള്ള ഒരു ഇടമല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. എല്ലാവരും ചിന്തിക്കുക, നമ്മൾ പറയുന്ന ഓരോ പ്രവൃത്തിയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് സത്യസന്ധമല്ലെങ്കിൽ അതിനുള്ള പണി പാലും വെള്ളത്തിൽ കിട്ടും. പണ്ടൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പൊ സെൽഫി എടുക്കുന്ന ടൈം മതി തിരിച്ചു കിട്ടാൻ. പിന്നൊരു കാര്യം, ഈ ദീപകിന്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ഒരുപാട് സംഘടനകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് അവളെ ജയിലിലാക്കാൻ പറ്റിയത്. അതിനെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് തന്നെ പറയുന്നു. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു റിയാക്ഷൻ ഉണ്ടായത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ADM നവീൻ ബാബുവിന് വേണ്ടി സംസാരിച്ചിരുന്നുവെങ്കിൽ ഇന്നൊരു ദീപക് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു.